ഇന്ന് ദേ ഭയങ്കര മഴയായിരുന്നു. ഞാൻ രാവിലെ വീട്ടിൽ ജോലി ചെയ്തിട്ട് പിന്നെ ഹാഫ് ഡേ എടുത്ത് ഞാൻ എൻ്റെ വീട്ടിൽ വന്നാൽ വെറുതെ ഇരുന്നപ്പോൾ വീട്ടിൽ വന്നെന്ന് തോന്നി. അമ്മയുണ്ടായിരുന്നു, അച്ഛനും അനിയത്തിയൊക്കെ പോയി. അപ്പം ഞാൻ ദേ വന്നു. മഴയ്ക്ക് മുന്നേ തന്നെ അച്ഛൻ ദേ വീടിൻ്റെ ഫ്രണ്ടിൽ പുല്ലും കാടും ഒക്കെ വെട്ടി തെളിച്ചിട്ടുണ്ട്. ചെടികളെല്ലാം കൊമ്പ് ഭയങ്കരമായിട്ട് വലുതായതൊക്കെ വെട്ടി എല്ലാം നല്ല മെനക്കി നിർത്തിയിട്ടുണ്ട് അച്ഛൻ. അങ്ങനെ കേട്ടോ, മഴയൊക്കെ മുന്നേ എല്ലാ സാധനവും കൊമ്പൊക്കെ ഇറക്കി നിർത്തും, ഇല്ലെങ്കിൽ കാറ്റ് പിടിക്കുമെന്നും പറഞ്ഞ്. പൂക്കളൊന്നുമില്ല ഇപ്പോൾ ചെടികളിലൊക്കെ. അപ്പം മഴ പെയ്യുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേനൽക്കാലത്ത് ആ പൂവൊക്കെ ഇട്ട് ചെടികളൊക്കെ വീടുകളിൽ നിൽക്കണ കാണാൻ ഭംഗി. മഴ പെയ്ത് കഴിഞ്ഞാൽ പൂവൊന്നും ഇല്ലായിരിക്കും. പക്ഷേ മഴയും പെയ്യണം, മഴയ്ക്ക് മഴയുടേതായ ഭംഗിയുണ്ട്. പക്ഷേ നല്ല യാത്ര ചെയ്യാനും എല്ലാത്തിനും വേനൽക്കാലം തന്നെ കേട്ടോ എനിക്കിഷ്ടം. മഴ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇലച്ചെടികളൊക്കെ നല്ല അടിപൊളിയായിട്ട് വളർന്നോളും. സെപ്പറേറ്റ് വെള്ളമൊന്നും ഒഴിക്കണ്ടല്ലോ, പൂക്കളൊന്നും ഉണ്ടാവില്ല എന്നുള്ളൂ. ഇലയുള്ള ചെടികളൊക്കെ നല്ല അടിപൊളിയായിട്ട് ഫ്രഷായിട്ട് നിൽക്കും. പിന്നെ നമ്മുടെ ചെടിയൊക്കെ മഴ പിടിച്ചപ്പോഴത്തേനും എന്തേ കിണറിൻ്റെ സൈഡിലൊക്കെ ഭയങ്കര പായലായിട്ടുണ്ട്. ഇനി ഒന്ന് വെയിൽ തെളിഞ്ഞിട്ട് വേണം ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ. വീട്ടിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം വെൽക്കം ചെയ്യാനായിട്ട് ഇതേ നമ്മുടെ കുഞ്ഞപ്പൻ ഇവിടെ ഇരിപ്പുണ്ടാവും കേട്ടോ. ഇവൻ നമ്മുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെ തന്നെയാണ് അവൻ. വരുമ്പോഴത്തേനും നമ്മുടെ റോഡിൽ നമ്മുടെ സൗണ്ട് കാണുമ്പോഴത്തേനും ഇവൻ ഓടി ഫ്രണ്ടിൽ വെക്കും, ഗേറ്റിൻ്റെ അവിടെ കെട്ടിയിട്ടേക്കുവാണെങ്കിൽ ഇറയത്ത് നിന്ന് ഭയങ്കര കുരയായിരിക്കും. നല്ല അടിപൊളി കട്ടൻ ചായയും കുടിച്ച് മഴയത്ത് ഇങ്ങനെ വീട്ടിൽ ഇറയത്ത് റോട്ടിട്ട് നോക്കിയിരിക്കാൻ നല്ല രസമാണ് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ ചായ എൻജോയ് ചെയ്യട്ടെ. ഓക്കെ, ബൈ.